തേങ്ങ അരച്ച ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിൽ കുറച്ച് ഉലുവ, കുറച്ച് നല്ല ജീരകം, കുറച്ചധികം പെരിഞ്ജീരകം നന്നായിട്ട് പൊട്ടിച്ചെടുക്കാം. അതിൻ്റെ ശേഷം അരിഞ്ഞു വെച്ച പച്ചമുളക്, ഉള്ളി, തക്കാളി, കുറച്ച് ഉപ്പും ചേർത്ത് വഴറ്റി കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത്. അതുപോലെ തേങ്ങ അരച്ചതായിട്ട് കുറച്ച് മതി കേട്ടോ ഉള്ളിയൊക്കെ. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി ഓരോ സ്പൂൺ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ കഴുകി വെച്ച ചിക്കൻ, അതുപോലെ അരിഞ്ഞു വെച്ച പൊട്ടറ്റോ, കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ഉണ്ട്, അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം മസാല ചേർക്കാനും വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ 2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, അതുപോലെ കുറച്ച് കറാമ്പട്ട, ഗ്രാമ്പൂ, പിന്നെ 3 ഏലക്കായും കൂടി ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് നോക്കിയിട്ട് ഉപ്പും ചേർത്തിട്ട് കുക്കർ നന്നായിട്ട് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ചിക്കൻ കറി ഇവിടെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് തേങ്ങ അരച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടിയാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ കറി ഇവിടെ റെഡിയായി.